വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഘടനകളെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ. ഫസ്റ്റ് സംഘടന നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടനയാണ്. എന്താണ്? ഗ്രീൻ പീസ് എന്നാണ് ആ സംഘടനയുടെ പേര്. എന്താണ് ഈ സംഘടനയുടെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടന, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് പരിസ്ഥിതി സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് ഏതിനെയാണ്? ഗ്രീൻ പീസിനെയാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എന്താ പറയുന്നത്? ഈ സംഘടന ആരംഭിച്ചത് കാനഡയിലാണ്. ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടന കാനഡയില് വാൻകൂർ എന്ന സ്ഥലത്താണ് ആരംഭിച്ചത്. ഇത് ആരംഭിച്ചത് കാനഡയിലെ വാൻകൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അലാസ്കയിലുള്ള, നമ്മൾ മനസ്സിലാക്കേണ്ടത് അലാസ്കയിലുള്ള ഒരു ദ്വീപ് സമൂഹമായ അല്യൂഷൻ ദ്വീപ്. എന്താണ് ദ്വീപ്? അലാസ്കയിലെ ദ്വീപ് സമൂഹത്തിന്റെ പേരെന്താ? അല്യൂഷൻ ദ്വീപ്. ആ അല്യൂഷൻ ദ്വീപിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടന 1971 രൂപീകരിച്ചത്. മനസ്സിലായോ? അപ്പൊ 1971 കാനഡയിലെ വാൻകൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിക്കുന്നത്. അലാസ്കയിലെ അല്യൂഷൻ ദ്വീപുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അലാസ്കയിലെ അല്യൂഷൻ ദ്വീപ് സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ്. ഇനി അടുത്തത് 1979 ആയപ്പോ ഈ സംഘടനയുടെ പേര് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്നായി. അപ്പൊ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിൽ ഈ സംഘടന മാറിയ വർഷം 1979 ആണ്. ഇനി ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ്. അപ്പൊ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രീൻ പീസ് വന്നത്? അതായത് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടന വന്നത്, ഒന്ന്, ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക, ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഓസോൺ പാളിയെ സംരക്ഷിക്കുക. എന്താണ്? ഓസോൺ പാളിയെ സംരക്ഷിക്കുക. അടുത്തത് തിമിംഗലവേട്ട അവസാനിപ്പിക്കുക, തിമിംഗലവേട്ട അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ആണവ ഭീഷണി ദൂരീകരിക്കുക, ആണവ ഭീഷണി ദൂരീകരിക്കുക. ഇത്രയും ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ത് വന്നത്? നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത് എന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് 1971 കാനഡയിലെ വാൻകൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിലവിൽ വരാൻ കാരണം അലാസ്കയിലെ ദ്വീപ് സമൂഹമായ അല്യൂഷൻ ദ്വീപുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. 1971 നിലവിൽ വന്ന ഈ സംഘടന 1979 ആയപ്പോൾ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടു. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം ആണ്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, ഓസോൺ പാളിയെ സംരക്ഷിക്കുക, തിമിംഗല വേട്ട അവസാനിപ്പിക്കുക, ആണവ ഭീഷണി ദൂരീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത്. ഗ്രീൻ പീസിന്റെ പ്രശസ്തമായിട്ടുള്ള കപ്പലിന്റെ പേര് റെയിൻബോ വാറിയർ എന്നാണ്. ഗ്രീൻ പീസിന്റെ പ്രശസ്തമായിട്ടുള്ള കപ്പലിന്റെ പേരെന്താണ്? റെയിൻബോ വാറിയർ. റെയിൻബോ വാറിയർ എന്നത് ഗ്രീൻ പീസിന്റെ വളരെ പ്രശസ്തമായ കപ്പലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഗ്രീൻ പീസ് ലോകത്തിലെ പ്രധാന പരിസ്ഥിതി സംഘടന. വന്ന വർഷം 71. കാനഡയിലെ വാൻകൂവറില്. ആരെ സംരക്ഷിക്കാൻ? അല്യൂഷൻ ദ്വീപുകളെ സംരക്ഷിക്കാൻ. എവിടെയുള്ളത്? അലാസ്കയിലുള്ളത്. ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം ആണ്. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേര് കിട്ടിയത് 1979. ഇനി ജൈവ വൈവിധ്യം എന്താണ്? സംരക്ഷിക്കുക, ഓസോൺ പാളി സംരക്ഷിക്കുക, തിമിംഗല വേട്ട അവസാനിപ്പിക്കുക,
പിടിക്കുക, ആണവ ഭീഷണി ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നു. ഇവരുടെ പ്രധാനപ്പെട്ട കപ്പലാണ്, പ്രശസ്തമായിട്ടുള്ള കപ്പലാണ് റെയിൻബോ വാരിയർ എന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത പ്രധാനപ്പെട്ട സംഘടനയുടെ പേര് WWF. PSCക്ക് വളരെ ഇഷ്ടമുള്ള ചോദ്യമാണ്. വേൾഡ് എന്താണ്? വേൾഡ് വൈഡ് അല്ലെ? വേൾഡ് വൈഡ് ഫണ്ട്, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് WWFന്റെ പൂർണ്ണരൂപം. WWFന്റെ ആസ്ഥാനം ഗ്ലാൻഡ് ആണ്. ഇതിന്റെ ആസ്ഥാനം ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് എവിടെയാണെന്ന് അറിയാത്തവർ പഠിച്ചോളൂ, സ്വിറ്റ്സർലൻഡിലാണ്. അപ്പൊ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ് WWFന്റെ ആസ്ഥാനം. 1961 ഇത് നിലവിൽ വന്നു. ഇനി അപ്പോ ഇതിന്റെ പ്രത്യേകത, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് വന്നിട്ടുള്ള സംഘടനയാണ്. പക്ഷേ ഇതൊരു സർക്കാർ ഇതര സംഘടനയാണ്. അപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള ഒരു സർക്കാർ ഇതര സംഘടനയാണ് WWF. ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് ഇതിന്റെ ചിഹ്നം ഏത് എന്നാണ്. ചുവന്ന ഭീമൻ പാണ്ടയാണ്. ഭീമൻ പാണ്ടയാണ് ഇതിന്റെ ചിഹ്നം. WWFന്റെ ചിഹ്നം ഭീമൻ പാണ്ട. WWF എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ, പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലവിൽ വന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സർക്കാർ ഇതര സംഘടനയാണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ് ആസ്ഥാനം. 1961 നിലവിൽ വന്നു. അതിന്റെ ചിഹ്നം ഭീമൻ പാണ്ടയാണ്. അടുത്തത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ പീസ് അല്ലെ? ഇതെന്താണ്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്നാണ് അടുത്ത സംഘടനയുടെ പേര്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് 1977 എവിടെയാണ്? കെനിയയിലെ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമായി. കെനിയയിലെ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമായി വൻകാരി മാതായി ആരംഭിച്ച സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. 1977 കെനിയയിലെ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലം ആസ്ഥാനമായി വൻകാരി മാതായി ആരംഭിച്ച സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഈ ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം എന്താണ്? ഒന്ന് വനവൽക്കരണമാണ്. ഒരു ലക്ഷ്യം വനവൽക്കരണമാണ്. അടുത്തത് ജലസംരക്ഷണമാണ്. വനവൽക്കരണം, ജലസംരക്ഷണം എന്നിവയാണ് ലക്ഷ്യം. വനവൽക്കരണം, ജലസംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1977 നിലവിൽ വന്നതാണ് ഗ്രീൻ ബെൽറ്റ് എന്ന് പറയുന്ന സംഘടന. ഇനി 2004 നമ്മുടെ വൻകാരി മാതായിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചോളാം. അപ്പൊ 1977 വനവൽക്കരണം, ജലസംരക്ഷണം എന്നീ ലക്ഷ്യങ്ങളോടുകൂടി വൻകാരി മാതായി ആരംഭിച്ച സംഘടനയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. കെനിയയിലെ നെയ്റോബി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ആസ്ഥാനം. 2004 ഇതിന്റെ എന്താ പറയുന്നത്, സ്ഥാപകയ്ക്ക് നോബൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്. അടുത്ത സംഘടനയുടെ പേര് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്നുള്ളതാണ് അടുത്തതിന്റെ പേര്. എന്താണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ? ശ്രദ്ധിക്കുക. അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരാൻ കാരണം നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് വരികയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 പ്രകാരം 2010 ഒക്ടോബർ മാസം 18 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നു. എന്തിനു വേണ്ടിയിട്ട്? പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന് പല സ്ഥലത്തും സിറ്റിങ്ങുകൾ ഉണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ സിറ്റിങ്ങുകൾ നടക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ഒന്ന് ഓർത്തു വെച്ചോളൂ. ഡൽഹിയിലുണ്ട്, അതുപോലെ തന്നെ ഭോപ്പാലിലുണ്ട്. നെക്സ്റ്റ് വൺ പൂനെ. അടുത്തത് കൊൽക്കത്തയിലുണ്ട്. എവിടെയാണ്? കൊൽക്കത്ത.
അടുത്തത് ചെന്നൈ. ഇവിടേക്കാണ് നാഷണൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ എന്ത് നടക്കുന്നത് എന്നാ പറയുന്നത്, സിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വരാൻ കാരണം 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് ആണ്. 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പ്രകാരം 2010 ഒക്ടോബർ 18 ഈ സംഘടന നിലവിൽ വരുന്നു. ഇതിന്റെ സിറ്റിംഗ് നടന്നത് എവിടേക്കാണ് ഇതിന്റെ സിറ്റിംഗ്? അതായത് ഡൽഹി, ഭോപ്പാല്, പൂനെ, കൊൽക്കത്ത, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിന്റെ സിറ്റിംഗ് നടക്കുന്നത്. ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യ ചെയർപേഴ്സൺ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്രകുമാർ ആണ്. ആരാണ്? സ്വതന്ത്രകുമാർ. ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സ്വതന്ത്രകുമാർ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സ്വതന്ത്രകുമാർ ആണ്. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? സ്വതന്ത്രകുമാർ ആണ്. ആരാണ്? സ്വതന്ത്രകുമാർ ആണ്. എന്നാ വന്നേ 2010 ഒക്ടോബർ 18 ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയില്ലോ എന്തിനു വേണ്ടിയിട്ടാ? പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഇന്റർനാഷണൽ ലെവലില് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. എന്താണ് അതിന്റെ പേര്? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. അതായത് എന്താണിത്? ഇങ്ങനെ ചോദിക്കാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടനയുടെ പേരെന്താ? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്നത് എന്താണ്? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയാണ്. ഇത് നിലവിൽ വന്നത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരമാണ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് എന്നാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് വന്നത്? 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം 2003 നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി നിലവിൽ വന്നത്. ഇതാണ് പ്രധാനം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടന നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്നു നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. 2002 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് പ്രകാരം 2003 നിലവിൽ വരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ പരിസ്ഥിതി സംഘടനകൾ. അപ്പൊ പരിസ്ഥിതി സംഘടനകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ടീച്ചർ കളക്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ തീരും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഭംഗിയായിട്ട് പഠിച്ചു വെക്കാട്ടെ എല്ലാവരും. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.